ഹലോ. അപ്പം കുറച്ച് ചെടി എടുക്കാനുണ്ടായിരുന്നു, ഒരുപാടൊന്നുമില്ല. ഒരാൾക്ക് വേണ്ടിയിട്ട് 5 പ്ലാന്റ്സ് ആയിരുന്നു എടുക്കാനുള്ളത്. അപ്പം മഴേൻ്റെ ഒഴിവ് നോക്കി ഇരുന്ന് മഴ പോയി എന്ന് വിചാരിച്ചപ്പോഴാണ് താഴെ എത്തിയപ്പോഴത്തേക്ക് പിന്നെയും മഴ പെയ്ത്. പിന്നെ ഏതായാലും ഇറങ്ങിയല്ലോ എന്ന് വിചാരിച്ച് ആ മഴയത്ത് തന്നെ അങ്ങോട്ട് ചെടി എടുക്കാൻ വേണ്ടി പോരുക. ഏതായാലും മഴ അവിടെ ബാബുചേട്ടൻ്റെ വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒന്ന് കുറയുന്ന സമയത്ത് നോക്കിയിട്ട് ചെടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ബാബുചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളവിലാട്ടോ വീട്. അപ്പോൾ നമുക്ക് ശരിക്കും റോഡൊന്ന് ഇങ്ങോട്ട് തിരിയണമെങ്കിൽ കുറച്ചൊരു പണിയാണ്, നല്ല വളവിലാണ്. അങ്ങനെ ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ ബാബുചേട്ടൻ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ റംബൂട്ടാനൊക്കെ കുറേ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇനി അടുത്തൊരു സീസണിലേക്ക് അഡീനിയം മാത്രമല്ല, കുറച്ച് നമ്മളെ കടലാസ് റോസും ഉണ്ട്, ബോഗൻവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. മഴ പെയ്തുകൊണ്ട് ഇതൊക്കെ കുറച്ച് പൂക്കളൊക്കെ പോയതാണ്. ഇതിനൊക്കെ ഇനി ഷെഡിലേക്ക് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഈ ചട്ടികളൊക്കെ ഇവിടെ ബാബുചേട്ടൻ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. പിന്നെ നമ്മളെ ഈ ബോൺസായിന് ഞാൻ മുമ്പ് കാണിച്ചതാണ്. ഇന്നൊരു 5 ചെടിയാണ് ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇവരൊക്കെ ആ ഷെഡിൽ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത്ര കുറേ ദിവസമായിട്ട് മഴയത്തായിരുന്നല്ലോ. ഇനി ഒരുപാട് വലിയ കാടക്സുള്ള ചെടികൾ കൊടുക്കാനുമില്ല. ഈ കാണിക്കുന്നത് ഇതിലൊക്കെ ഇനി പുതിയ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ചറിന് എടുത്ത് വെച്ചാണ്. ആദ്യം കുറച്ചെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞതിൽ ഇനി ഒരു 3 എണ്ണം കൂടി ഉള്ളൂ കേട്ടോ. കാടക്സ് കുറച്ച് വലിപ്പമുള്ളത് 3 4 എണ്ണം. അപ്പോൾ ഇവരൊക്കെ ഇനി അടുത്തൊരു സീസണിലേക്ക് നമുക്ക് ഈ പൂക്കളും കൂടി ഉണ്ടാവും. ഇതൊക്കെ സ്ഥിരം കാണുന്ന ചെടികളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നിങ്ങളൊക്കെ കയ്യിലുണ്ടാവും. പിന്നെ സ്വതവേ സാധാരണ നമ്മൾ കാണുന്ന കടലാസ് റോസൊന്നും കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കളറുകളൊക്കെയാണ്. പിന്നെ ഞാൻ എപ്പം വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇതിൽ ഈ പൂമ്പാറ്റകൾ ഉണ്ടാവും കേട്ടോ. എല്ലാ മറ്റേ അടിയത്തിലൊന്നും വന്നിരിക്കുന്നത് ഞാൻ അങ്ങനെ കാണില്ല. ഇതിലാണ് എപ്പോഴും ഇവർ ഇങ്ങനെ ഇരിക്കുന്ന കാണല്. പിന്നെ ഈ വലിയ പ്ലാന്റ്സ് ഇപ്പം കൊടുക്കാത്തത്, വലിയ കടക്സുള്ള ഞാൻ ആദ്യം കൊടുക്കുന്നുണ്ട് പറഞ്ഞല്ലോ, അതിൽ കുറച്ചെണ്ണമൊക്കെ പോയി. ഇനിയിപ്പം ഉള്ളതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മറ്റ് എല്ലാ ചെടികളും ചെറുതായി പോയല്ലോ. അപ്പോൾ കുറച്ച് ഈ വലിയ പ്ലാന്റ്സിലും ഗ്രാഫ്റ്റ് ചെയ്യണം, മൾട്ടി കളറായിട്ടൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയാണ് ഇനി ഇപ്പം കൊടുക്കാനില്ല എന്നാണ് പറഞ്ഞത്. വലിയ കാഡക്സ് ഉള്ളത് ഒരു 3 4 എണ്ണം കൂടി വലിയ കാഡക്സ് ഉള്ളതുണ്ട്. പിന്നെ ഉള്ളത് ചെടികളൊക്കെ ആയി വരണം. എന്നിട്ട് 3 4 പ്ലാന്റ്സും കൂടി വേറെ സാധാ ചെറിയ ചെടികളും ഉണ്ട്. ഇതൊക്കെ നല്ല ഇങ്ങനത്തെ ചെടി ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു. പക്ഷേ ഇത് നേരത്തെ കൊടുത്തു പോയ ചെടികൾ, ഇങ്ങനത്തെ 2 എണ്ണം നേരത്തെ ഒന്നും കൊടുത്ത് ഇപ്പോൾ ഇതും കൂടി ഉള്ളൂ. ഇനിയുള്ളത് ബാബുചേട്ടന് ഇവിടെ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള മദർ പ്ലാന്റ് പോലെ ആക്കിയെടുക്കണമെങ്കിലും ഇതുപോലത്തെ കുറച്ച് വലിയ ചെടികൾ വേണമല്ലോ. എല്ലാ ചെറിയ ചെടിയിലും ഇനി ഗ്രാഫ്റ്റ് ചെയ്താൽ ഇവിടെ അധികം മദർ പ്ലാന്റ് ഇപ്പോൾ ഉണ്ടെങ്കിലും പുതിയ മദർ പ്ലാന്റുകൾ കൂടി ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ ചെടിയിൽ വേണം. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാത്ത ചെടിയാട്ടോ. അപ്പം വേറൊരാളിനോട് 2 എണ്ണം ചോദിച്ചെന്നല്ലേ, അത് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇനി ഈ കാഡക്സ് വലിയത് അധികം കൊടുക്കാനുണ്ടാവില്ല. നേരത്തെ തരാമെന്ന് പറഞ്ഞ കുറച്ച് ചെടികളാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി അടുത്ത സീസണിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചുമപ്പാണ് ചോദിച്ചത്. പിന്നെ പ്യുവർ വൈറ്റ്, പിന്നെ നമ്മളെ ഈ ലൈറ്റ് റോസ് ഉണ്ടല്ലോ, പിങ്ക്, ഫാത്തിമയൊക്കെ, അതൊന്നും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറേ അതിൽ അങ്ങനത്തെ തരം ചെടികളാണ് ഇനി കൂടുതലും ഗ്രാഫ്റ്റ് ചെയ്യുക. എല്ലാം ചെയ്യുന്നുണ്ട്. പുതിയത് കുറച്ച് കളക്ഷൻ ഇവിടെ വരുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതൊന്നും ഒക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും അതൊക്കെ ആയി വരുമ്പോൾ ഞാൻ വീഡിയോയും ഫോട്ടോയൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ഇവരൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി വേണം കൊണ്ടുപോകാൻ. വെള്ളം വാർന്നതിന് ശേഷമാണ് പാക്കിങ്ങൊക്കെ. അതുകൊണ്ട് അധികവും വൈകുന്നേരം ഇതിനെയൊക്കെ ഇങ്ങനെ റെഡിയാക്കും. ഇതൊക്കെ നല്ല അടിപൊളി പ്ലാന്റുകളായിരുന്നു കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി ഇവിടെ കൊടുക്കുന്നില്ല ഈ ഒരു തരമൊന്നും. ആശാരിനെ ചോദിച്ചു പറഞ്ഞ് ഇവിടുത്തെ മറ്റ് മദർ പ്ലാന്റ് കുറഞ്ഞു പോകും, ഇനിയും പുതിയ മദർ പ്ലാന്റുകൾ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി ഇപ്പം കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ ചെറിയൊരു മഴയ്ക്കൊരു കുറവുണ്ട്. മറ്റ് സാധാരണ ഞങ്ങൾ ചെടീനൊന്നും ഇവിടുന്നല്ല പൈപ്പിട്ട് ഇങ്ങനെ ആക്കൽ, ഷെഡിൽ ഫുള്ള് ചെടികൾ കൊണ്ടുവച്ചാണല്ലോ. അപ്പോൾ അത് കാരണം അവിടെ നമുക്ക് ഇതിൻ്റെ മണ്ണൊന്നും പോക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളിവിടെ ഇവിടേക്ക് വന്നതാണ്. ഈ ഒരു ചെടീനെയൊക്കെ നമുക്ക് കൂടുതൽ സൂക്ഷിക്കണം. കാരണം ഇത് അത്ര വലിയ പ്ലാന്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ അതിനൊന്നും അധികം വെള്ളമൊന്നും ആവാതെ സൂക്ഷിച്ച് വേണം ചെയ്യണം. ഇതാ മുകളിൽ എന്തെങ്കിലും ചെടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ മുകളിലോട്ട് കയറി വന്നാണ്. അപ്പം അതിൽ ഇതാ ഈ വശത്തൊക്കെ നിറച്ച് ചെടികളുള്ളത് ഇതിന് മുന്നത്തെ വീടിലൊക്കെ അറിയില്ലേ. പിന്നെ ഇതാ കുറച്ച് ചെടികളെ കൊടുക്കാനുള്ളതുള്ളൂ. ഇതൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച കുറച്ച് ചെടികൾ തന്നെയാണ് കേട്ടോ. ഇതാ ഈ ഒരു 1 2 3 4 ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് 2ഉം പോയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പം അത് 2ഉം ഉണ്ടായിരുന്നു. അപ്പം അതിന് ശേഷമാണ് ഏതൊക്കെയാണ് ചെടി വേണമെന്ന് പറയുന്നതൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഫോട്ടോസൊക്കെ. അപ്പം അങ്ങനെ അതുപോലെ തന്നെ ഇതും ഗ്രാഫ്റ്റ് ചെയ്യാത്തതും. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാത്തതാണെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലോ അത് ഗ്രാഫ്റ്റ് ചെയ്ത കേട്ടോ. പിന്നെ എടുത്തപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ചെടി ഇപ്പം എടുക്കാൻ വന്നപ്പോൾ ഒരാൾക്ക് മാത്രമേ ചെടി കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ 5 പ്ലാന്റും എടുത്ത് പോകുമ്പോഴാണ് പിന്നെ വേറൊരാൾക്കും കൂടി ചെടി വേണമെന്ന് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് വേറെ ഒരാൾക്ക് കൂടി കുറച്ച് ചെടികൾ കൂടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടാമത് പിന്നെയും ഇവിടെ തന്നെ കൂടി തിരിച്ചു വന്നു കേട്ടോ. അടുത്ത് തന്നെയാണ്, എന്നാലും പിന്നെയും തിരിച്ചു വന്നു. ഈ പിങ്കൊന്നും കണ്ട ആരും വിഷമിക്കേണ്ട, അതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ചെടികളുണ്ടാവും കേട്ടോ. പിങ്ക്, റെഡ്, വൈറ്റാണ് കൂടുതലും ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാം ഉണ്ടാകും. അങ്ങനെ ഇതാ ഈ ചെടികൾ എടുക്കാനാട്ടോ രണ്ടാമത് ഞാൻ വന്നത്. അത് ഞാൻ അവരോട് ഇത് 4ഉം ഗ്രാഫ്റ്റ് ചെയ്യാത്തതാണെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ എടുത്തപ്പോഴാണ് ഈ ഒരു പ്ലാന്റും കൂടി ഗ്രാഫ്റ്റ് ചെയ്തതാണെന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെ രണ്ടാമതും എടുത്തു പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് ഇനി ചെടി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അധികമില്ല, ഞാൻ ഒരു 5-6 ചെടിയും കൂടിയേ ഉള്ളൂ. ഇതാണല്ലേ ഈ ഒരു ചെടിയായിരുന്നു. അപ്പം ഇതൊരു ചെടി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് രാത്രി ഒരാളോട് ഓർഡർ തന്നു. അങ്ങനെ അതും കഴിഞ്ഞു, അതിൻ്റെയും കഴിഞ്ഞു. ഇനി ഒരു 3 ചെറിയ ചെടികളും ഒരു 3 കാഡക്സ് വലിയ ചെടികളും ഇപ്പം നിലവിൽ കൊടുക്കാനുള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ വെള്ള ഡബിൾ പെറ്റൽ, വെള്ള പ്യുവർ അല്ല കേട്ടോ, ഡബിളല്ല മൾട്ടിപെറ്റൽ. ഒരു ലൈറ്റ് റോസ് അതിൽ വരുന്നുണ്ട് ആ മൾട്ടിപെറ്റലിൽ. പിന്നെ മഞ്ഞയൊക്കെ ആയി വരാനുണ്ട്, ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വലിയ താമസമില്ലാണ്ട് അതൊക്കെ ആകുമ്പോൾ ഫോട്ടോസും വീഡിയോ ഒക്കെ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനത്തെ പ്ലാന്റുകളിലൊന്നും നമ്മൾ അധികം വെള്ളം ആകരുത് കേട്ടോ. കാരണം മറ്റേ വലിയ കാഡക്സൊക്കെ അതിൽ കുറച്ച് വെള്ളം അധികമായിപ്പോയാലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും നടുമ്പോഴൊക്കെ സൂക്ഷിക്കുക. ഇനി എന്തെങ്കിലും ചെടികൾക്ക് വന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നവരുണ്ടെങ്കിൽ അറിയിക്കണം. പിന്നെ വീഡിയോ കാണുന്നവരധികം സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെയാണ് കാണൽ. പരമാവധി പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്തിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക്സ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാത്ത പ്ലാന്റ് ആണെങ്കിലൊക്കെ നല്ല ഉഷാറ് പ്ലാന്റുകളാട്ടോ. ഇനിയിപ്പം ഗ്രാഫ്റ്റ് ചെയ്യാത്തതും കൊടുക്കാനില്ല, ചെയ്തതും കൊടുക്കാനില്ല. ഇനി എല്ലാം ആയി വരണം. ഇതാ ഇവരെയും കൂടി കുളിപ്പിച്ചങ്ങനെ കൊണ്ടുപോകാൻ നല്ല മഴയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ വേറൊരാളൊരു ഓർഡർ തന്നിട്ടുണ്ട്. അവർ മഴയൊക്കെ കുറഞ്ഞിട്ട് അയച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഒരു ചെടിയേ ഉള്ളൂ, എന്നാലും മഴ കുറഞ്ഞിട്ട്. പിന്നെ കുറച്ച് എനിക്ക് അഗ്ലോണിമകൾ കൊടുക്കാണ്ട്, ഇനി മഴ കാരണം അതൊന്നും എടുത്തിട്ടില്ല. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.